ഗായ്സ്, വെൽക്കം ബാക്ക്. വളകാപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നാളെയാണ് വളകാപ്പ്. അപ്പോൾ തലേ ദിവസം നമ്മളിതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇത് അഞ്ജുന് കൊണ്ടുപോകാനുള്ള പലഹാരമാണ്. ഇത് ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി ബാക്കി പലഹാരങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 മണിയായിട്ടും കഴിഞ്ഞിട്ടേ ഇല്ല ഗായ്സ്. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്ത്, പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്കും 8 മണി കഴിഞ്ഞു പോയി ഗൈസ്. ഇറങ്ങിയപ്പോഴത്തേക്കും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു മഴയായിരുന്നു ഗൈസ്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് അവിടത്തേക്ക്. പിന്നെ ധ്രുക്കുണ്ണ രാവിലെ കുളിപ്പിച്ചുകൊണ്ട് അവൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് എൻ്റെ മടിയിൽ. ഇനി അവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം കൂടി ഉള്ളത് ഗൈസ്. നമ്മൾ തട്ടത്തിൽ വെക്കാൻ വേണ്ടി പഴം മേടിച്ചിട്ടുള്ള അതും കൂടെ മേടിച്ചിട്ട് വേണം പോകാൻ. ഞങ്ങൾ പെട്ടെന്നൊരു കട കണ്ടപ്പോഴത്തേക്കും അവിടെ ഇറങ്ങി പഴം മേടിച്ചിട്ടാണ് പോകുന്നത്. ചടങ്ങ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അമ്മയും ആൻറ്റിയും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഫ്രൂട്ട്സും പലഹാരവും വളയെല്ലാം നമ്മളെ സെറ്റ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനം എല്ലാം അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇനി പൂജയും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ അഞ്ജുനെ കണ്ടില്ല ഗൈസ്, അഞ്ജുനെ അടുത്തേക്ക് പോവാം. അപ്പോൾ അവരുടെ ചടങ്ങനുസരിച്ച് ആദ്യം ഒരു കുഞ്ഞിനെ വളയിട്ടിട്ട് വേണം തുടങ്ങാൻ വേണ്ടി. കേശുവേണ്ട അനിയത്തിയുടെ 2 മക്കളാണ് കേട്ടോ അവർ രണ്ടുപേരും. പിന്നെ നമ്മൾ ധ്രുക്കുണ്ണി ഇരുത്താൻ നോക്കിയിട്ട് അവർ ഇരിക്കുന്നില്ലായിരുന്നു, ഭയങ്കര പോയതുകൊണ്ട് ഇരിക്കുന്നില്ലായിരുന്നു. പിന്നെ വലിയവരായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചൂരുവള ഇട്ട് കൊടുക്കാന്ന് കേട്ടോ ഗൈസ്. ഇനി അടുത്തത് കുപ്പിവെള്ളം ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇത് അഞ്ജനും നാത്തൂനാണ്, അത് കേശുവിൻ്റെ അനിയത്തിയാണ് കേട്ടോ. കേശുവിൻ്റെ അനിയത്തിയാണ് ആദ്യം കുപ്പിവെള്ളം ഇട്ട് കൊടുത്ത്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് വീഡിയോ കിട്ടിയില്ല. പിന്നെ ഓരോരുത്തരായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ ചുരുൾ വയ്ക്കുക എന്ന് പറഞ്ഞ ചടങ്ങാണ് കേട്ടോ. അത് ദക്ഷിണ പോലെ വയ്ക്കുക എന്നുള്ളതാണ്. അത് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഇടയാണ് അതെല്ലാം ചെയ്തത്. ആദ്യം ഇട ചെയ്തിട്ട് പിന്നെ ബാക്കി എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യണം, ദക്ഷിണ കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ്. ഈ ചടങ്ങ് കഴിഞ്ഞ ഉടനെ അടുത്തത് ഫുഡാണ്. അത് സദ്യയായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളിവിടുത്തെ പോലെ അല്ല, അവർക്കിങ്ങനെ പച്ചരി ചോറ് പോലത്തെ ചോറാണ്. നല്ല സദ്യയായിരുന്നു കേട്ടോ. നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫുഡ് കഴിച്ചിട്ട് തരാം ഗൈസ്. ചടങ്ങുകൾ തീർന്നില്ല ഗായ്സ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം, അത് ഉച്ചയ്ക്ക് രാഹുകാലമായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിഞ്ഞ് രാഹുകാലവും കഴിഞ്ഞിട്ട് അതിന് മടി നിറയ്ക്കൽ ചടങ്ങാണ്. ഇതാണ് ഇപ്പോൾ മടി നിറയ്ക്കൽ ചടങ്ങ്. നാത്തൂമാരാണ് കേട്ടോ അതെല്ലാം ചെയ്യുന്നത്. മടി നിറയ്ക്കുന്നതിന് മുമ്പ് ഒരു ഭസ്മം ഇടുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മടി നിറയ്ക്കുന്നത്.
അങ്ങനെ നമ്മൾ അഞ്ജുനെയും കൊണ്ട് പോവാണ് കേട്ടോ ഗൈസ്. നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇറങ്ങുന്നിടത്ത് ഗൗരവ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഗൈസ്. കാരണം ഗൗരവ് അവിടെയാണ്, വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഗൗരവ് ഭയങ്കര കരച്ചിലായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അഞ്ജു അങ്ങനെ വീട്ടിൽ എത്തുക. അങ്ങനെ ഈ പലഹാരത്തിൽ നിന്ന് ഒരു പങ്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അഞ്ജുവിന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ അടുത്ത. അപ്പോൾ വളകാപ്പ് ചടങ്ങ് എനിക്ക് എല്ലാവരും കാണിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.